ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കണ്ട മില്ലില്ല കേട്ടോ, മുളകൊടി ബാക്കി കൊണ്ടിരിക്കുമായിരുന്നു. ബാക്കി ഞങ്ങൾ കഴിഞ്ഞ് ഇതിനി കൊണ്ട് കൊടുക്കണം. കൊണ്ട് കൊടുത്തിട്ട് ഇന്ന് ഓണം കഴിയുന്ന ഒരു തിരക്കാണ്. അന്നേരം എന്തെങ്കിലും വീഡിയോ വേണ്ടേ? എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പ്രിയങ്ക അവിടെ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് വിളിച്ചു. ആയാലും നോക്കാം എന്തോ സ്പെഷ്യലെന്ന്. പ്രിയങ്ക അറിയാതെ വീഡിയോ എടുക്കുന്നത്. ഇത് അനങ്ങാതി നോക്കാം. ആയാലും ഇതിനത് കട്ട് ചെയ്തോന്നില്ല. പ്രിയങ്ക എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അന്നേരം പ്രിയങ്ക എന്തോ അവിടെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്രിയങ്കേ, എന്തെടുക്കുവാടി? എന്താണ് പരിപാടി? വീഡിയോ. ഇന്ന് വീഡിയോക്കകത്ത് കട്ടിങ് ഒന്നുമില്ല. കട്ടിങ്ങും ഷേവിങ്ങും ഒന്നുമില്ല. എന്താ ഇവിടെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ഇത് എന്തുവാ വഴുതനങ്ങ നമ്മൾ മീൻ വറക്കാനില്ല എന്നുണ്ടെങ്കിൽ വഴുതനങ്ങ വറുത്തതോ? വേറെന്തോ സ്പെഷ്യൽ? ഇന്നൊരു സ്പെഷ്യൽ ഇത് ചെങ്കലവ കറി. ചെങ്കലവ കറിയും വഴുതനങ്ങ വറുത്തത്. ഇത്തിരി എന്തെടുക്കുവാടി? അയ്യോ, ഇത്തിരി കൊണ്ട് മാതളങ്ങാരങ്ങ. ഇന്ന് സ്കൂളിൽ പോണ്ടത് പരീക്ഷയാണ്. ഇന്ന് തീരുവോ? രാമേലി സ്കൂളിൽ സെലിബ്രേഷന് പോയേക്കോ അല്ലേ? സെലിബ്രേഷൻ. പിന്നെ ഇതെന്ത് ഉരുളി ഇങ്ങനെ ചരിച്ചു വെച്ചിരുന്നു? ഇതോ, ഇത് ഇതിനകത്തെ ഈ ഇത് ഉപ്പേരി വറുത്തതായിരുന്നു കേട്ടോ. ഉപ്പേരി? ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെ വറക്കുന്ന ഉപ്പേരി ഇല്ലേ, എണ്ണക്കകത്ത് വറക്കുന്നേ. അത് ഞാനിങ്ങനെ ചരിച്ചു വെച്ചതാ. വീർത്ത് വരുന്നത്. അത് ഇങ്ങനെ ചരിച്ചു വെച്ച് നമ്മളെ എണ്ണയ്ക്കൊക്കെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. വെറുതെ കളയണ്ടല്ലോ, ഒരു തുള്ളി പോലും നമ്മള് കളയരുത്. അതിനുവേണ്ടി ചരിച്ചു വെച്ച് എണ്ണ ഊറ്റിയെടുക്കുവാ. ജീവിക്കാൻ പഠിച്ചോളാം. ഇതെന്തോ ഇതിനകത്ത്? അതിനകത്ത് എണ്ണയാണ്. ഇതിനകത്ത് നല്ല ചിക്കൻ വറുത്ത എണ്ണയായിരുന്നു. ഈ എണ്ണ ഒരു വട്ടം ഉപയോഗിച്ച പിന്നെ ഉപയോഗിക്കുന്നില്ലേ? ജൂലിയെ പറ്റിക്കാനല്ലേ? അത് വറുത്തതിന്റെ ഇതുണ്ടല്ലോ, അതൊഴിക്കുമ്പോ അവളം കഴിച്ചു. അവളെ പറ്റിക്കാൻ, അത് കളയണ്ടല്ലോ അവളെ പറ്റിക്കാൻ വേണ്ടി, ജൂലിയെ പറ്റിക്കാൻ. ഇത് രണ്ടെണ്ണേ ഉള്ളു ഇന്ന്. ചെങ്കലവ കറിയും പിന്നെ ഇതുണ്ട് മറ്റേ പാവയ്ക്ക വറക്കണോ? ഇന്നത്തെ സ്പെഷ്യൽ ഇത് രണ്ടും കേട്ടോ. മീൻകറിയുണ്ട്, വഴുതനങ്ങ. മീൻ പോലെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇച്ചിരി കനത്തെ അരിയണം കേട്ടോ. ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് വളരെ കട്ടി കുറച്ച് അരിയരുത്. ഇച്ചിരി കനത്തേൽ അരിഞ്ഞെങ്കിലേ അത് നമുക്ക് ഇങ്ങനെ ഒരു പീസായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. കാരണം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായി ഒന്ന് സെറ്റായി കഴിയുമ്പോഴേ ഇതിനൊരു കട്ടി കിട്ടത്തില്ല. ഇച്ചിരി കനത്തെ ഇരിക്കുമ്പോൾ നമുക്കത് കഴിക്കാനൊക്കെ ഒരു പീസൊക്കെ ഒരാൾ എടുത്താൽ മതി. കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെടുക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും. ഓക്കെ ബൈ. ഓണത്തിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇന്നൊരു വീഡിയോ എടുക്കാൻ പോകണം. കുറച്ച് ദിവസം കൊണ്ട് വിളിക്കുക ഒരു വസ്തു വിൽക്കാനുള്ള. ഓക്കെ ബൈ. താല്പര്യമുള്ളവർ വീഡിയോ കണ്ടാൽ മതി. നമ്മളെല്ലാത്തരം വീഡിയോകളും ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും കണ്ട് ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂടെ കൂടിക്കുമോ ഒരു കുഴപ്പമില്ല. അന്നേരം ഇന്നത്തെ പ്രിയങ്കയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എനിക്കിനി മുളകൊടിയും കൊണ്ട് പോകണം. ഓക്കെ ബൈ. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. മുളകൊടി ഇന്ന് ബാക്കിയത് അമേരിക്കയിലേക്കല്ലേ? USA അമേരിക്ക. അവര് സ്ഥിരമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന ഇതിപ്പോ കൊണ്ടുവന്ന അവരുടെ നമ്മൾ പൊടി കൊടുക്കുന്നവരുടെ അവരുടെ എന്തോ അറിഞ്ഞത് കൊണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് അവര് വാങ്ങിക്കുക. അവരല്ല വാങ്ങിക്കുന്നത്, അവരുടെ ഫ്രണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരുടെ ഫ്രണ്ട്സാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത് മാവേലിക്കരയിൽ എത്തിക്കണം. അപ്പൊ അവര് അവിടെ നിന്നാണ് കൊറിയർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യണ്ട, അവിടെ കൊടുത്താൽ അതിനുള്ള ആളെ ആക്കിയിട്ടുണ്ട്. നമ്മൾ അവർക്ക് കൊണ്ട് കൊടുത്താൽ മതി.
അന്നേരം ഇനി അതും കൊണ്ട് പോകണം. അന്നേരം ഒരുപാട് തിരക്കുണ്ട്. ഓക്കെ ബൈ. മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഓൺലൈൻ അതിന് കൊറിയർ തിരക്കുണ്ട്. ഇപ്പൊ ചേർത്തലയിൽ ഒരു ചേച്ചി ചോദിച്ചില്ലേ, ചേർത്തല അതിന് തിരക്കണോ, ചോദിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ കൊറിയർ ചെയ്യുന്ന പരിപാടി എടുത്തോ. ഞങ്ങളെ ഈ പൊടിയൊക്കെ വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഏതായാലും കൊറിയറിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് തിരക്കട്ടെ, അതെങ്ങനെയാണ് തിരക്കുന്നതിന്റെ ഒക്കെ നമ്മള് വീഡിയോ ഇടാം. ഏതായാലും ചേർത്തലയിൽ ഒരു ചേച്ചി വേണമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതും തിരക്കിയിട്ടുണ്ട്. അന്നേരം ഓണം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ തിരക്കാൻ പോയില്ല, സമയക്കുറവുണ്ട്. അല്ലെങ്കിൽ ചേച്ചി അർജന്റ് പറഞ്ഞില്ല, അതുകൊണ്ട് തിരക്കുന്നുണ്ട്. തിരക്കിയിട്ടായാലും അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഏതായാലും അന്നേരം കൊറിയർ ചെയ്യാൻ പറ്റും. നല്ല പൊടിയാണ്, അതാണ് നമ്മൾ പൊടി ഇത്രയും പുറത്തോട്ട് പോകും. അന്നേരം കൊറിയർ ചെയ്യുമെന്ന സംവിധാനം കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി അങ്ങനെ ചെയ്യാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ സ്നേഹവും സപ്പോർട്ടും വേണം. ഏതായാലും ഓക്കെ ബൈ. ബൈ പറഞ്ഞാൽ ബൈ പറഞ്ഞോളൂ. അവള് കണ്ട മാള ആരൊക്കെ കഴിക്കുന്നതിന്റെ ധൃതിയാ. അല്ലെങ്കിൽ തിന്നുമ്പോ എന്തോ കണ്ണ ആൾക്കാർ. ശരി ഓക്കെ ബൈ.